കേരളത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതും തുടർന്ന് അനുബന്ധ നടപടികൾ പ്രാബല്യത്തിൽ വന്നതും 2026 ഓഗസ്റ്റ് 25-നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ ഫസ്റ്റ് ഷെഡ്യൂൾ കേരള എന്നുള്ളത് കേരളം എന്ന് തിരുത്തുന്നതിനായി കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തിലേക്ക് അയച്ചിരുന്നു. ഇംഗ്ലീഷിലും മറ്റ് ഔദ്യോഗിക ഭാഷകളിലും സംസ്ഥാനത്തിന്റെ പേര് മലയാള ഉച്ചാരണത്തിന് അനുയോജ്യമായ രീതിയിൽ കേരളം എന്ന് രേഖപ്പെടുത്താൻ ഇതുവഴി സാധിക്കുന്നു. 2026-ലെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിഷേഴ്സ് ഫെപ് അവാർഡ്സ് ഫോർ എക്സലൻസ് ഇൻ ബുക്ക് പ്രൊഡക്ഷനിൽ വിവിധ വിഭാഗങ്ങളിലായി 7 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പബ്ലിക്കേഷൻസ് ഡിവിഷനാണ്. പുസ്തകങ്ങളുടെ മികച്ച നിലവാരമുള്ള അച്ചടി, കവർ ഡിസൈൻ, ഉൽപ്പാദന മികവ് എന്നിവ പരിഗണിച്ചാണ് ഈ പുരസ്കാരങ്ങൾ നൽകിയത്. ഇംഗ്ലീഷ്, ഹിന്ദി, മറ്റ് പ്രാദേശിക ഭാഷകൾ എന്നിവയിലെ കുട്ടികളുടെ പുസ്തകങ്ങൾ, കലാ-സാംസ്കാരിക പ്രസിദ്ധീകരണങ്ങൾ, പൊതുവിജ്ഞാന ഗ്രന്ഥങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് നേട്ടം. 2026-ലെ വേൾഡ് വാട്ടർ വീക്ക് സംഘടിപ്പിക്കുന്നത് സ്വീഡൻ അധിഷ്ഠിതമായ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് (SIWI) ആണ്. തീയതിയും സ്ഥലവും 2026 ഓഗസ്റ്റ് 23 മുതൽ 27 വരെ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലും ഓൺലൈനായുമാണ് ഈ ആഗോള സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നത്. 2026-ലെ തീം വാട്ടർ ഫോർ പീപ്പിൾ ആൻഡ് പ്രോഗ്രസ്, ആളുകൾക്കും പുരോഗതിക്കും വേണ്ടിയുള്ള ജലം എന്നതാണ് 2026-ലെ പ്രമേയം. 2026 ഓഗസ്റ്റിൽ അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ പുതിയ സസ്യവർഗം സൂര്യമുഖി കുടുംബത്തിൽപ്പെട്ടതാണ് സൺഫ്ലവർ ഫാമിലി ആസ്റ്ററേസിയായി. ശാസ്ത്രീയ നാമം ഡൊറോനക്കം സാങ്ക്ടം എന്നാണ് ഈ പുതിയ സസ്യവർഗത്തിന് നൽകിയിരിക്കുന്ന പേര്. അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4086 മീറ്റർ ഉയരത്തിലുള്ള മഞ്ഞുമൂടിയ മേഖലയിലാണ് ഇത് കണ്ടെത്തിയത്. തവാങ്ങിലെ പ്രശസ്തമായ ചൂമി ഗ്യാറ്റ്സ വിശുദ്ധ വെള്ളച്ചാട്ടത്തിന് സമീപത്തുനിന്ന് കണ്ടെത്തിയതിനാലാണ് സാങ്ക്ടം വിശുദ്ധമായത് എന്ന പേര് നൽകിയത്. കിജാഡിയ പക്ഷിസങ്കേതം കിജഡിയ ബേർഡ് സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിലെ ജാംനഗർ ജില്ലയിലാണ്. 100-ലധികം ഇനത്തിൽപ്പെട്ട ദേശാടനപ്പക്ഷികളും സ്വദേശി പക്ഷികളും ഇവിടെ തടസ്സമില്ലാതെ എത്തിച്ചേരുന്നു. ശുദ്ധജല പ്രദേശങ്ങളും ഉപ്പുവെള്ള പ്രദേശങ്ങളും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അപൂർവ ജൈവവൈവിധ്യ മേഖലയാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.